ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സെലിബ്രിറ്റീസ് അവരുടെ എന്താ പറയുക, ഇപ്പം നമ്മളെ പോലെ നമ്മളെ ആരാധന അവർക്ക് അത്രമാത്രം ഡിസ്റ്റർബൻസ് ആകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറുന്നു എന്ന് തോന്നുമ്പോൾ അവർ പല രീതിയിൽ ചെയ്യാറുണ്ട്. ഇപ്പം ഹെൽമെറ്റ് ഇട്ട് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യുക, അതൊക്കെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഈ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് യാത്ര ചെയ്യുക, അങ്ങനെ ചെയ്യാറുണ്ട്. എന്നാൽ ഒരു സെലിബ്രിറ്റി ഈ എല്ലാ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞേക്കാൻ മരണം അഭിനയിച്ചു എന്ന് പറഞ്ഞാലോ? അതേന്നെ, പോടാ പോയി തള്ളാടാ പോടാ എന്നായിരിക്കും നിങ്ങൾ പറയാൻ വരുന്നത്. എന്നാൽ എങ്ങനെയാണ് സുഹൃത്തെ ഒരു പതിറ്റാണ്ട് മുമ്പേ ഒരാൾക്ക് ഒരാളുടെ മരണം പ്രവചിക്കാനാവുക? എങ്ങനെയാണ് 6 മാസം മുമ്പേ അയാൾ ഇങ്ങനെ തന്നെ മരിക്കും എന്ന് പ്രവചിക്കാനാവുക? ഒരു കമ്പനിക്ക്, ഒരു മീഡിയ കമ്പനിക്ക് എന്തിനു വേണ്ടി, അത് സ്ഥിരീകരിക്കാൻ വേണ്ടി ആയിരിക്കില്ലേ ഒരു വീഡിയോ നിർമ്മിക്കേണ്ടി വന്നിരിക്കുക? യെസ്, 2009 ജൂൺ 25. അത് ഒരു എന്താ പറയുക, എല്ലാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നിശ്ചലമായ സമയമായിരുന്നു. അത് എല്ലാ സെർച്ചിങ് പ്ലാറ്റ്ഫോമുകളും നിശ്ചലമായി. പോപ്പ് ലോക രാജാവ് സാക്ഷാൽ മൈക്കിൾ ജോസഫ് ജാക്സൺ അന്തരിച്ചിരിക്കുന്നു. അത് ആ മഹാന്റെ ലൈഫും ഒരു വിസ്മയിപ്പിക്കുന്നതാണ്. അയാളുടെ മരണവും ഇന്നും ഒരു മിസ്റ്ററി ആയി തുടരുന്നു. ആ മനുഷ്യന്റെ ആ മരണത്തിലേക്ക്, ആ മരണം ചൂണ്ടിക്കാണിക്കുന്ന ചില തെളിവുകളിലേക്കാകട്ടെ നമ്മുടെ ഇന്നത്തെ യാത്ര. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും, ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും, അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വയ്ക്കാം. ആദ്യം 2009 ജൂൺ 25 ഹൃദയാഘാതം എന്ന രീതിയിൽ അദ്ദേഹം അന്തരിക്കുന്നു. ഒന്ന് ആലോചിക്കുക, ഹൃദയാഘാതം എന്ന രീതിയിൽ അദ്ദേഹം അന്തരിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ഡോക്ടറായ കോൺറാഡ് മൂറെ, അദ്ദേഹം 25 മുതൽ 30 മിനിറ്റ് വരെ സമയമെടുത്താണ് എന്താ പറയുക 9011 എന്ന നമ്പറിലേക്ക് കോൾ ചെയ്തത്. അതായത് അവരുടെ അമേരിക്കൻ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് കോൾ ചെയ്തത് 30 മിനിറ്റ് വരെ സമയമെടുത്തതാണ്. എന്തിനു വേണ്ടി? അതേപോലെ തന്നെ ആൽബർട്ടോ, അദ്ദേഹത്തിന്റെ മൈക്കിൾ ജാക്സന്റെ സെക്യൂരിറ്റി സ്റ്റാഫ് ആൽബർട്ടോ പറഞ്ഞത് അതായത് IV ഉൾപ്പെടെ മരുന്നുകൾ ഉൾപ്പെടെ അതായത് അവിടെ നിന്ന് മാറ്റപ്പെട്ടു. എന്തിനു വേണ്ടി? CCTV ക്യാമറകൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നശിപ്പിച്ച് കളഞ്ഞു. എന്തിനായിരുന്നു അതെല്ലാം? നമുക്കൊന്ന് പിന്നോട്ട് പോയിട്ട് വരാം. 1994 ഡോക്ടർ ആൻഡി എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഒരു പ്രവചനം നടത്തി. അതായത് മൈക്കിൾ ജാക്സൺ ഹൃദയാഘാതം എന്ന രീതിയിൽ അദ്ദേഹം അന്തരിക്കുമെന്നും, അദ്ദേഹം ആ ഒരു മരണം അഭിനയിക്കുമെന്നും, അതിനുശേഷം ആ അടക്കിയതിനു ശേഷമുള്ള ഭസ്മം അദ്ദേഹത്തിന്റെ പ്രിയ ഭവനമായ നെവർലാൻഡിൽ വിതരണമെന്നും, അതിനുശേഷം മറ്റൊരാളുടെ മുടി വെട്ടിവെച്ചതിനു ശേഷം അദ്ദേഹം ജീവിതം തുടരുമെന്നും അദ്ദേഹം പ്രവചിച്ചു. കൃത്യം 15 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് അദ്ദേഹത്തെ എല്ലാവരും കോമാളി എന്ന് മുദ്രകുത്തി. വേണ്ട, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് 2008 ഡിസംബറിൽ വേറൊരു ഡോക്ടർ ഒരു പ്രവചനം നടത്തി. പ്രവചനമല്ല, അത് സത്യമായിരുന്നു. മൈക്കിൾ ജാക്സന്റെ ശ്വാസകോശം അപകടത്തിലാണെന്നും ഒരു ശസ്ത്രക്രിയ വേണ്ടി വരുമെന്നും കൃത്യം 6 മാസങ്ങൾക്കകം അദ്ദേഹം മരണപ്പെടുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതിനുശേഷം സാമ്യം ഇതിന് ഉണ്ടായത് ഒരു കോയിൻസിഡൻസ് എന്നും പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതായിരുന്നില്ല. ഓക്കെ, അദ്ദേഹം പിന്നീട് മരണത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. കോൺറാഡ് മൂറെ, പേഴ്സണൽ ഡോക്ടർ, അദ്ദേഹം CPR നൽകിയിരുന്നത് സത്യം പറഞ്ഞാൽ ബെഡിൽ കിടത്തിക്കൊണ്ടായിരുന്നു. തറയിൽ കിടത്തിയോ അല്ലെങ്കിൽ മറ്റ് അങ്ങനത്തെ പ്രതലങ്ങളിൽ കിടത്തിയ CPR പാടുള്ളൂ എന്ന് ഒരു ഡോക്ടറായ അദ്ദേഹത്തിന് അറിയാനിട്ടല്ലല്ലോ. പിന്നീട് എന്താ പറയുക, അദ്ദേഹം ആംബുലൻസിനെ കോൾ ചെയ്യുന്നതിന് പകരം സെക്യൂരിറ്റി സ്റ്റാഫിനെയും ഉൾപ്പെടെയുള്ളവരെയാണ് വിളിച്ചു വരുത്തിയത്. കോൺറാഡ് മൂറെ വിളിച്ചു വരുത്തിയതെന്ന് പിന്നീട് വ്യക്തമായ കാര്യമാണ്. എന്തിന്? കൃത്യം
ഒരു 3 മാസങ്ങൾക്ക് ശേഷമായിരുന്നു മൈക്കിൾ ജാക്സന്റെ അടക്കം നടന്നത്. അതിനു മുമ്പ് ഒരു കാര്യം നടന്നിരുന്നു. യെസ്, മൈക്കിൾ ജാക്സന്റെ അനുസ്മരണ ചടങ്ങ്. അതിൽ ഒരു ഷോ പോലെ നടന്നതിൽ മൈക്കിൾ ജാക്സന്റെ സുഹൃത്ത് പങ്കെടുത്തിരുന്നില്ല. എന്തുകൊണ്ട് പങ്കെടുത്തിരുന്നില്ല എന്ന ചോദ്യത്തിന് തൻ്റെ വേദന ഒരു പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ലെന്നും മൈക്കിൾ അത് ആഗ്രഹിക്കില്ല എന്നുമായിരുന്നു അവരുടെ വിശദീകരണം. അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നതായിരുന്നില്ല. സെപ്റ്റംബർ 2 അദ്ദേഹത്തിന്റെ അടക്കം നടന്നത്. ലോകം വീക്ഷിച്ച ഒരു അടക്കമായിരുന്നു അത്. അന്ന് ഭയങ്കര സെക്യൂരിറ്റി, ഹെലികോപ്റ്ററുകൾ, എല്ലാ പോലീസ് പ്രൊട്ടക്ഷനുകളോടെ ആ പെട്ടിയിൽ സാക്ഷാൽ മൈക്കിൾ ജാക്സൺ ഉണ്ടായിരുന്നു. ആ പെട്ടി ഒരിക്കൽ പോലും തുറന്നില്ല എന്നത് വിസ്മയിപ്പിക്കുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്തിന്? മൈക്കിൾ ജാക്സനെ, അതിലേക്ക് നമുക്ക് വരാം. മൈക്കിൾ ജാക്സന്റെ ഫാദർ സർ ജോർജ് ജാക്സൺ ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, എൻ്റെ മകനെ അടക്കം ചെയ്ത സ്ഥലം എനിക്കറിയില്ല, സ്വന്തം പിതാവ് തന്നെയാണ് വന്നിരുന്ന് പറയുന്നതെന്ന് ഓർക്കണം. അദ്ദേഹത്തെ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സമയത്ത് ക്രിസ് എന്നൊരു ക്യാമറാമാൻ, ഒരു പാപ്പരാസി എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം ഒരു ഫോട്ടോ എടുത്തിരുന്നു. ഒരാൾ മാസ്കും വെച്ച് കിടക്കുന്ന ഒരു ഫോട്ടോ, ഓക്സിജൻ മാസ്ക്. എന്നാൽ ജാക്സൺ കുടുംബത്തിന്റെ വക്താവ് അത് നിഷേധിച്ചു. അത് മൈക്കിൾ ജാക്സൺ അല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എങ്കിൽ അതാര്? ഇനി ആ മാസ്കും വെച്ച് കിടക്കുന്ന ആൾ, ആ മാസ്ക് വെച്ചിരുന്നത് അത്രയും ഒറിജിനാലിറ്റി തോന്നിക്കുന്നതായിരുന്നില്ല. കാരണം അത് വെച്ചത് കറക്റ്റായിട്ടായിരുന്നില്ല. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ഡോളറിനാണ് അത് വിറ്റുപോയത്. ഫോട്ടോഷോപ്പ് നിലവിലുണ്ടായിരുന്ന സമയത്ത് അത് എഡിറ്റ് ചെയ്ത് കയറ്റിയതാണെന്ന് നമുക്കത് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നതല്ല. മൈക്കിളിന്റെ സഹോദരി കരോളിന ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, എൻ്റെ സഹോദരൻ മരണപ്പെടുമെന്ന് അവൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, അവൻ കൊല്ലപ്പെടുമെന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നു. കാരണം അവൻ്റെ പലതും മോഷ്ടിക്കാനായി, അവൻ്റെ മ്യൂസിക് മോഷ്ടിക്കാനായി പലരും ശ്രമിക്കുന്നുണ്ട്, അവൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അവൻ പറഞ്ഞിരുന്നു എന്ന് ഒരിക്കൽ കാരോളിന പറയുകയുണ്ടായി. എന്തിന്? അതും ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അത് സാധൂകരിക്കുന്നതായിരുന്നു. പ്രൊപ്പോഫിൽ എന്ന അനസ്തീഷ്യയ്ക്ക് കൊടുക്കുന്ന മരുന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അമിതമായി ചെന്നിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കി. അപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടതോ? അതോ ഇനി അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകുമ്പോൾ ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞായിരുന്നു കൊണ്ടുപോയിരുന്നത്. ആ വെള്ള തുണിയിലുണ്ടായ അടിയിലുണ്ടായിരുന്ന ബോഡി അനങ്ങുന്നത് പോലെ തോന്നിയിരുന്നു പലർക്കും. എന്തായിരുന്നു അത്? ഇനി വേണ്ട, 2011 മൈക്കിളിന്റെ അമ്മ കാതറിൻ കോടതിയിൽ നൽകിയ മൊഴി അനുസരിച്ച് എൻ്റെ മകന്റെ മരണത്തിൽ സംശയമുണ്ടെന്നായിരുന്നു. മൈക്കിളിന്റെ അച്ഛൻ ജോർജ് ജാക്സൺ ഒരിക്കൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ഡോക്ടർ കോൺട്രാക്ട് മൂറെ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. കറക്റ്റ് സമയത്ത് അദ്ദേഹത്തെ സേവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കിയില്ല. അതേപോലെ തന്നെ തെറ്റായ വിവരങ്ങൾ നൽകി എന്നതായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം. 4 വർഷം ശിക്ഷിക്കപ്പെട്ടെങ്കിലും ജയിലിൽ കിടക്കുക കാരണം 2 വർഷം അദ്ദേഹത്തിന്റെ ശിക്ഷ കുറച്ചു. കൂടാതെ വേറൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. അതായത് ഒരു ജർമ്മൻ കമ്പനി 29 സെക്കൻഡുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പുറത്തു വിട്ടു. ഞാൻ നേരത്തെ നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ. എന്തായിരുന്നു അത്? ഒന്നുമില്ല, അത് പുറത്തുവിട്ട വേറൊന്നും ആയിരുന്നില്ല. മൈക്കിൾ ജാക്സനെ കൊണ്ടുപോയ ആംബുലൻസിൽ നിന്ന് ഒരാൾ ഡോറും തുറന്ന് പുറത്തേക്ക് പോകുന്നതായിരുന്നു. അത് അവർ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. എന്തിനു വേണ്ടിയായിരുന്നു ആ ക്രിയേഷൻ? അത് മാത്രമല്ല, മൈക്കിൾ ജാക്സന്റെ പല ഡോക്യുമെന്റ്സും എടുത്തു നോക്കിയാൽ പലതിലും മൈക്കിൾ ജോസഫ് ജാക്സൺ എന്നും കാണാം, മൈക്കിൾ ജോർജ് ജാക്സൺ എന്നും കാണാം. ഒരുപക്ഷെ മറ്റൊരു ഐഡന്റിറ്റിയിൽ അദ്ദേഹം ജീവിക്കുകയാണോ? ഇനി വേറൊരു സംശയം കോൺസ്പിറസി തിയറിസ്റ്റുകൾ പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. സ്വന്തം പിതാവ് തീ വെച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ മുഖം കരിഞ്ഞു പോയിരുന്നു. ആ ചികിത്സയ്ക്കെല്ലാം സഹായം നൽകിയത് സാക്ഷാൽ മൈക്കിൾ ജാക്സൺ ആണ്. അദ്ദേഹത്തിന്റെ രൂപമെടുത്താണ് ഇപ്പോൾ മൈക്കിൾ ജാക്സൺ ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. കാരണം മൈക്കിൾ എപ്പോഴും വേഷം മാറി ഷോകളിൽ പ്രത്യക്ഷപ്പെടാൻ മിടുക്കനായിരുന്നു. മൈക്കിൾ ജോസഫ് ജാക്സൺ എന്ന അദ്ദേഹം ഒരു ഷോയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖമുള്ള ഒരാൾ ഒരു ഷോയിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ തീ വെച്ച് ഈ
ഇതായ ആളില്ലേ, അയാൾ ഒരു ഷോയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് മൈക്കിൾ ജാക്സനെ പോലെ പലർക്കും തോന്നി. എന്തുകൊണ്ടായിരുന്നു? വേറൊന്നും കൊണ്ടായിരുന്നില്ല. മൈക്കിൾ ജാക്സനെ പോലെ ആയിരുന്നു ബിഹേവിയർ എല്ലാം. അദ്ദേഹത്തിന്റെ സംസാരമായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ കറക്റ്റ് എല്ലാം അദ്ദേഹത്തിൻ്റെയാണ്. അതും ഒരു കോയിൻസിഡൻസ് ആയി തള്ളിക്കളയാനാകില്ല. മൈക്കിൾ ജോസഫ് ജാക്സൺ എന്ന ആ പോപ്പ് ലോക രാജാവ് ഇന്നും ജീവനോടെ ഉണ്ടോ? അതോ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞോ? ഇന്നും അതൊരു മിസ്റ്ററിയായി തുടരുകയാണ്. എന്തായാലും ഒന്നുറപ്പാണ്, കാലമിനി തപസ്സിരുന്നാലും അദ്ദേഹത്തെ പോലെ ഒരു പ്രതിഭയെ കാലമിനി സമ്മാനിക്കില്ല. അതെ, അപ്പൊ ഇതേപോലുള്ള വീഡിയോസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ വരുന്നത്